ഹായ് ഫ്രണ്ട്സ്, ഷറാസ് ഫുഡ് ഹബിലെ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു റവ ഊത്തപ്പമാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്കൊരു റവ ഊത്തപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ റവ ഉപ്പുമാവ് ഇഷ്ടമില്ലാത്ത ആർക്കും പരീക്ഷ നോക്കാവുന്ന ഒരു ഐറ്റമാണ് റവ ഊത്തപ്പം. അപ്പോൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൽ ഒരു ചട്നിയോടൊപ്പം നല്ലൊരു കോംബോ ആയിട്ട് തന്നെ നമുക്ക് റവ ഊത്തപ്പം ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളത് നമുക്കൊന്ന് വീട്ടിലോട്ട് പോകാം. ഒരു ബൗളിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏതാണോ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു 1/2 കപ്പ് തൈര്, അര ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1 കപ്പ് വെള്ളം വേണം. അത് അല്പാൽപമായിട്ട് ചേർത്ത് കൊടുക്കുക, ഒന്നിച്ച് ചേർക്കരുത്. നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് നോക്കാം. ഞാനൊരു കപ്പിൻ്റെ 3/4 ഭാഗം വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 1/4 കപ്പ് മാറ്റി വെച്ചിട്ടുണ്ട്, കാരണം അബ്സോർബ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ചേർത്ത് കൊടുക്കേണ്ടി വരും. ഈ ഒരു കൺസിസ്റ്റൻസി ഇപ്പോൾ നിങ്ങൾ കീപ്പ് ചെയ്യുക. ഇനി ഇതൊരു 20 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം, റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിനുള്ള ടോപ്പിങ്സ് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി 1 കപ്പ് ഉള്ളി, പിന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള 1 കപ്പ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 കപ്പ് ക്യാപ്സിക്കം, 1 കപ്പ് തക്കാളി, 1/2 കപ്പ് മല്ലിയില, 1/2 ടീസ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞത്, 1 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ച നമ്മുടെ റവ ബാറ്റർ ഒന്ന് തുറന്ന് നോക്കാം. വെള്ളത്തിൻ്റെ കുറവുണ്ട്, അബ്സോർബായി വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി വന്ന 1 കപ്പിലെ 1/4 ഭാഗം വെള്ളം നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ഊത്തപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. ഒരു 2 സ്പൂൺ ബാറ്റർ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് പരത്തി കൊടുക്കുക. അതിന് മുകളിലേക്ക് നമ്മുടെ വെജ് സാലഡ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒരു മിനിറ്റിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം 1 മിനിറ്റെങ്കിലും നിങ്ങൾ കുക്ക് ചെയ്യാൻ വെക്കുക. അതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ റവ ഊത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവമാണ് ഈ റവ ഊത്തപ്പം. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിനോടൊപ്പം ബെൽ ഐക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. ഫുഡ് ഹബിലെ പുതിയ റെസിപ്പി ആയിട്ട് ഇനി വീണ്ടും കാണാം. താങ്ക് യു.